നമസ്കാരം. നമ്മളിന്ന് ജ്യോതിഷ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മുടെ ജ്യോതിഷം ആചാര്യ സംവാദമാണ്. മറ്റുള്ള രീതികളിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിരിക്കും. നക്ഷത്രമെല്ലാം ഒരേപോലെ ആയിരിക്കും, ദശാകാലങ്ങളും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ജ്യോതിഷം നോക്കുന്നത് എന്തിനാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ചില മതങ്ങൾ, അതേപോലെ നിരീശ്വരവാദികളായിരിക്കുന്ന ചിലർ, ചില പ്രസ്ഥാനങ്ങൾ, ഇവരൊക്കെ പറയും ജ്യോതിഷത്തിൻ്റെ ആവശ്യമില്ല, തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. നമ്മൾ അറിയേണ്ടത്, നമുക്കൊരു നക്ഷത്രം, ഏത് മനുഷ്യൻ ജനിച്ചാലും ഒരു നക്ഷത്രത്തിൽ ജനിക്കും. ഏത് നക്ഷത്രത്തിൽ ജനിച്ചാൽ ആ നക്ഷത്രത്തിൻ്റെ ദശാകാലം, ആ ദശാകാലം അനുസരിച്ചായിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് രാഹുർദശയാണെങ്കിൽ ഏറ്റവും പൊട്ട സമയമായിരിക്കും. ഇത് തന്നെ പാരമ്പര്യവാദികളായിരിക്കുന്ന ആളുകൾ പറയും ഏറ്റവും നല്ല സമയമാണ്. കാരണം ഇവരെ സംബന്ധിച്ച് സർപ്പം എന്നാൽ സമ്പത്ത് നൽകുന്ന ദേവതയാണ്. അതുകൊണ്ടാണ് രാഹു എന്ന് പറയുന്നത് സർപ്പമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. യഥാർത്ഥത്തിൽ രാഹു എന്നാൽ സർപ്പമല്ല. രാഹു കേതു എന്ന് പറയുമ്പോൾ സിംഹകേയൻ എന്ന അസുരൻ അമൃത് മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ കഴിക്കുകയും ചെയ്തു. സൂര്യചന്ദ്രന്മാർ മഹാവിഷ്ണുവിനെ ഈ അസുരനെ കാണിച്ചു കൊടുത്തു. അതിനു മുമ്പ് അസുരൻ അമൃത് കഴിച്ചിരുന്നതുകൊണ്ട് മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് അസുരൻ്റെ ശിരസ് ഛേദിച്ച് കളഞ്ഞു. അപ്പോൾ അസുരൻ അമൃത് ഭക്ഷിച്ചിരുന്നതുകൊണ്ട് അസുരന് മരണം സംഭവിച്ചില്ല. തല രാഹുവായും ഉടൽ കേതുവായിട്ടും മാറി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ രാഹുകേതുക്കൾ. ഈ രാഹുകേതുക്കളെ അടക്കുന്ന ദേവതകളാണ് നാഗദേവതകൾ, അതാണ് സർപ്പങ്ങൾ. അപ്പോൾ സർപ്പങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ സമ്പത്ത് നൽകുന്നു, ഏറ്റവും കൂടുതൽ സെക്സ് നൽകുന്നു, ദാമ്പത്യ സുഖം. അതുകൊണ്ട് നമുക്ക് രാഹുർദശ എന്ന് പറയുമ്പോൾ പാരമ്പര്യവാദികൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് സർപ്പങ്ങളല്ലേ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം നൽകും. പക്ഷേ 9 ദശാകാലങ്ങളിൽ ഏറ്റവും മോശമാണ്. മായക്കാഴ്ചയുടെ കാലഘട്ടം, ദൈവവിശ്വാസം കുറഞ്ഞ കാലഘട്ടം, എടുത്തുചാട്ടം കൂടുതൽ, കയ്യിലുള്ള സമ്പത്തെല്ലാം കളയുന്ന കാലമായിട്ടാണ് രാഹുർദശ മനുഷ്യജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ നക്ഷത്രം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദശാകാലങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. തിരുവാതിര, ചോതി, ചതയമാണ് രാഹുർദശയുടെ നക്ഷത്രങ്ങൾ. അപ്പോൾ തിരുവാതിരയിലോ ചോതിയിലോ ചതയത്തിലോ, അതായത് ജന്മനാളുകളാണ്. ഈ നാളുകളിൽ ജനിക്കുന്ന ഒരാൾ കുഞ്ഞായിരുന്നാലും ജനിക്കുന്ന കാലം മുതൽ രാഹുർദശ. അപ്പോൾ ബാലാരിഷ്ടത, ആ സമയത്ത് അസുഖങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നക്ഷത്രം അറിഞ്ഞിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ നേത്രദർശനമാണ് ഐ വിഷൻ ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.